എന്റെ അമ്മേ. പടച്ചതമ്പുരാനെ, ഇപ്പണ്ടാരിവിടെ ഉണ്ടോ? വാസുമാമ. എടോ പ്രകാശ, നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് നീ ആ വഴിക്ക് നോക്കിയില്ലല്ലോ. എന്താ വാസുമാമ? ഓ, ഇപ്പൊ അങ്ങനെയായില്ലേ. ബീനയ്ക്ക് ഒരു നല്ല ആലോചന കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് എത്ര ആയടാ. വരുന്നതൊക്കെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അവള് മടക്കുക. ഹൈ, ഞാൻ മറന്നിട്ടൊന്നുമില്ല, നോക്കണുണ്ട്. പെണ്ണ് ഡോക്ടറാന്ന് പറയുമ്പോഴ അങ്ങോട്ട് ഒക്കാത്തത്. ചെക്കൻ മിനിമം ഒരു ഡോക്ടറെങ്കിലും ആകണ്ടേ? വേണമെന്നില്ലടോ. ബിസിനസ്സുകാരായാലും മതി, അവരുടെ കയ്യിലല്ലേ ഇപ്പോഴത്തെ കാലത്ത് കാശുള്ളത്. നീ ഈ പറമ്പ് കച്ചവടം പറഞ്ഞിട്ട് നാട് മുഴുവൻ തിന്നുന്നല്ലേ. കമ്മീഷൻ കൊടുക്കാന്ന് പറച്ചാ, എന്നാലല്ലേ പ്രകാശിന് ഒരു ഉഷാറുണ്ടാവൂ. ഇവനെന്താടി അന്യനാ? എന്റെ പെങ്ങളായിട്ട് തന്നെ വരില്ലേ ഇവന്റെ അമ്മ. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ തന്നെ ഇവ വാങ്ങൂ. രണ്ട് കൈ നീട്ടി വാങ്ങും. അതല്ലേ മൂപ്പരുടെ പ്രൊഫഷൻ. നമുക്കൊരാളെ സംഘടിപ്പിക്കാൻ വാസുമാമ. ഈ റിയൽ എസ്റ്റേറ്റിൽ കളിക്കുന്ന ചില മിടുക്കന്മാരെ എനിക്ക് പരിചയമുണ്ട്. അതിലൊരു ചെറുപ്പക്കാരൻ നാളെയോ മറ്റന്നാളോ തന്നെ കോടീശ്വരനാകാൻ ചാൻസ് ഉള്ള. നാളെയോ മറ്റന്നാളോ കോടീശ്വരനാവേ? എങ്ങനെ? അതാണല്ലോ മാമ ഈ ഫീൽഡിന്റെ ഒരു പ്രത്യേകത. കണ്ണടച്ച് തുറക്കുമ്പോഴല്ലേ ഓരോരുത്തർ പിച്ചക്കാരാവുന്നത്. അതെ, അമ്മ അകത്ത് അന്വേഷിക്കണ്ടായിരുന്നു. ഒന്ന് ചെല്ല്, ചുമ്മാ അവിടെ നിന്ന് ബടായി അടിക്കാണ്ട്. എന്നാ പിന്നെ ഞാന് അമ്മയെ കണ്ടിട്ട് നിനക്ക് ചെക്കനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിന് കമ്മീഷൻ വാങ്ങണല്ലേ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നീ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കോടികൾ സമ്പാദിച്ച് എന്നെ പെണ്ണ് കാണാൻ വരുന്നു പറയുന്ന നടക്കാത്ത സ്വപ്നം കൊണ്ട് മിണ്ടാതിരിക്കണം. നടക്കാത്ത സ്വപ്നം നടക്കുന്ന കാര്യമുണ്ട്, കാണാൻ നിനക്ക്. സർലേച്ചി, എന്താണ്ടാ ഒളിവിലും മറവിലും നടത്തിക്കൊണ്ടിരുന്ന കച്ചവടം അവസാനം തറവാടിന്റെ ഉള്ളിലേക്ക് എത്തിച്ചോ? ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ കേറിന്നുള്ളൂ സുരേട്ടാ. ഈ വഴിയെന്ന് വെച്ചാൽ ഈ ഇടനാഴിയിൽ കൂടെ നീ എങ്ങോട്ട് പോവായിരുന്നു? എന്നെ ഏട്ടന്റെ വേഷം കെട്ടിക്കില്ലേട്ടാ. ഓഹോ, ആകെ നിങ്ങൾ ഒരാളായി വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളും കക്ഷി മാറി. എടാ, ഇവക്ക് എന്നെ കൂടാണ്ട് ഏട്ടന്മാർ രണ്ടെണ്ണം വേറെയുണ്ട്. ഒരുത്തൻ ഇവളെ പോലെ ഡോക്ടറാ, മറ്റവൻ എഞ്ചിനീയറാ. നിങ്ങളിത് രണ്ടുമല്ലോ. നിങ്ങൾക്ക് വലിയങ്ങാടിയിൽ അരിക്കച്ചവടം അല്ലേ? അപ്പൊ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ബ്രദർ ഇൻ ലോ ആയി വരുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളല്ലേ സുരേട്ടാ? ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് അന്തസ്സായിട്ട് ബികോം പാസ്സായിട്ടാ ഞാൻ അരിക്കച്ചവടത്തിന് ഇറങ്ങിയത്. നിന്റെ കാര്യോ? പാസ് അല്ല, ഈ 10th ഫെയിൽ എന്നൊക്കെ പറയുന്നതിനേക്കാൾ അല്ല, ഈ ഒരു പാട്ട് തന്നെ നിനക്കറിയൂ? എപ്പ നോക്കിയാലും ഒരു ഈപ്പുഴയും. എടി, ഒരുപാട് പാട്ട് പഠിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യന്മാരായ ഒരു പാട്ട് മര്യാദയ്ക്ക് പാടാൻ കഴിയണം. അല്ലെങ്കിലും ഡോക്ടർമാർക്ക് എവിടെ നടി സംഗീതബോധം? പാടാൻ കഴിവുള്ള ഏതെങ്കിലും ഡോക്ടർ കേരളത്തിലുണ്ടോ? ഉണ്ടല്ലോ, ഡോക്ടർ KJ യേശുദാസ്. ഞാൻ MBBS കാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ മൂപ്പര് MBBS അല്ലേ? അല്ല, മൂപ്പര് സിദ്ധവൈദ്യ. പളിപ്പടി നിർത്ത്. ജോയേട്ടൻ, നിങ്ങളൊന്ന് പറയുന്നു. എന്റെ രായനക്ക, ആദ്യമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്നൊരു കേസായത്. ഇങ്ങളെ ഓഫീസോ? അതെവിടാണ്ട് പകരം അങ്ങനെ ഒരു ഓഫീസ്? പാളയത്ത് പച്ചക്കറി മാർക്കറ്റിന്റെ ഉള്ളിലോ? ഉള്ളിലല്ല, ആ കോർപ്പറേഷൻ ബിൽഡിംഗിന്റെ അകത്തെ സിനിമ ഡിസ്ട്രിബ്യൂഷൻ റൂമുണ്ട്. തമിഴ് സിനിമയെ കൊണ്ടുവന്ന് കളിക്കുന്ന അവിടെയാണ് അവരുടെ താവളം. ഓ, ആ ഗുദാമിന്റെ ഉള്ളിലാ? ഗുദാമോ? അവിടെ സെന്റിന് എന്താ വില നിങ്ങളുടെ വിചാരം? സെന്റിന് എത്ര ആയിട്ട് കോർപ്പറേഷന്റെ സ്ഥലല്ലേ? എന്റെ രായനക്ക, ഇരുന്നോ ഇരുന്നോ. ഈ വണ്ടിപ്പേട്ട കേസ് ഞങ്ങൾ കൈകാര്യം ചെയ്തോട്ടെ. 4/4 ഞങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ. എന്താ ചോദിയേ? ഞാൻ ആ ബാംഗ്ലൂർ സിറിയക് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഗൂഗിൾ എർത്ത് വഴി സ്ഥലം കണ്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ചെന്ന് വില ഉറപ്പിച്ചു വാ. അതൊരൊറ്റ സിറ്റിംഗിൽ തീരും. ജോയെ, സിറ്റിംഗ് എന്നൊക്കെ പറയാൻ തുടങ്ങിട്ടോ. ഹബീദേ, അല്ല കാക്കട്ടെ. എന്നാ പിന്നെ രായനക്ക, നിങ്ങളൊന്ന് അനുഗ്രഹിച്ചു വിട്ടാളി. മോനെ ഇവിടെ ഇരിക്കും. മോനെ, നിന്നൊക്കെ വളർത്തുന്നത് വളരെ സൂക്ഷിച്ചിട്ട് വേണം. വിളഞ്ഞ മോനാണ് നീ. ആരെന്റെ ഗുരു? നിങ്ങളല്ലേ? മോൻ വെല്ല സ്കൂട്ട് ചെയ്ത് വിട്ടോ. ചെല്ല്. ജോയേ, ധാരാ വരുന്നേ നോക്ക്. എന്തായാലും അഡ്വാൻസ് കൊടുത്ത് 5 രൂപ തിരിച്ചു കിട്ടിയോ? ഓഹോ, ഞാനാരാ മോൻ? എങ്ങനെയായിരുന്നു രായനിക്ക? സെന്റിന് 7.5 പാർട്ടിക്ക്, 9.5 വിൽപ്പന, 2 ലക്ഷം രൂപ സെന്റിന്, മൊത്തം 65 സെന്റ് സ്ഥലം, 1,30,00,000 ലാഭം. ബലൂണ് പൊട്ടിയ പോലെ ആയില്ലേടാ. തെങ്ങിന്റെ മേലേക്ക് പാഞ്ഞു കയറിയ ചരിത്രല്ലേ നമ്മക്ക്. കൈക്കും കാലും തളപ്പിട്ട് വളരെ സൂക്ഷിച്ചു വേണം ഓരോ അടിയും കയറാൻ. ആരാ എനിക്ക് ഒരു കച്ചവടത്തിന് ഇറങ്ങുമ്പോ ലാഭം കാണാതിരിക്കും? എല്ലാ കച്ചവടം ഒരുപോലെ നടന്ന ചരിത്രം ഇല്ലല്ലോ ആർക്കും. പിന്നെ റിയൽ എസ്റ്റേറ്റിന്റെ മര്യാദ കേടും. അത് രണ്ടും ഞങ്ങൾ പഠിച്ചത് നിങ്ങളുടെ സ്കൂളിൽ നിന്നല്ലേ? അതൊക്കെ ശരി തന്നെ മോനെ. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തെ ചില നിയമങ്ങളൊക്കെ അല്ലേ ഏത് കളിക്കും? എന്റെ രാൻക, ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽ നിന്നുണ്ടായതല്ലേ?
ബ്രിട്ടീഷുകാരുടെ നിന്ന് തിരിച്ചു കിട്ടിയ പ്രോപ്പർട്ടിയുടെ കാര്യസ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കമല്ലേ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് 2 പേരിട്ട് 2 പാർട്ടിയുടെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്തത്. അവിടെ നിന്നാണല്ലോ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ കള്ളക്കളികൾ നമ്മൾ പഠിച്ചതും ഇന്നും തുടരുന്നതും. മോനെ ഈ മൂപ്പരെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കല്ലേ. എന്നാലും അനിക ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും പൊട്ടും പൊളിയും കിട്ടുന്ന സംഗതി വന്നാ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. വാ. ആ ശരി ശരി. മണി ചെയിൻ ജില്ലാ ജഡ്ജിക്ക് പോയത് 75 ലക്ഷം രൂപ. ഓ, ജില്ലാ ജഡ്ജിക്കും പോയോ? ഈ പൈസയൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ഇടണ്ട എന്റെ ബോസേ. റിയൽ എസ്റ്റേറ്റിൽ ഇട്ടതിന്റെ ഇരട്ടിന്നും പറഞ്ഞ് ഒരു പാവം വീട്ടനെ പറ്റിച്ചോനാ നീ. അതേത് വീട്ടമ്മ? നിന്നെ പറ്റി ഈ അമ്മ തന്നെ. ഓ, അതിപ്പോ ഒരു ആവശ്യം വരുമ്പോ തന്നതിന്റെ 3 ഇരട്ടിയായിട്ട് കയ്യിലേക്ക് വെച്ച് തരില്ലമ്മേ. ഇപ്പൊ അത് മാർക്കറ്റിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കല്ലേ. മാർക്കറ്റിൽ കിടന്ന് ഓടാൻ എന്താണ്ടാ? അത് നായ പൂച്ച മറ്റാണോ? എനിക്ക് ലാഭവും വേണ്ട പലിശയും വേണ്ട, എന്റെ മുതലും കിട്ട് കിട്ടിയാ മതിയേ. ഇത് മുതലോ? ഓ, മുതല്. ഈ മുതല് എന്ന് പറയുമ്പോ ഒരു 3 ലക്ഷം റുപ്യല്ലേ? ഓ, എന്താ പൂച്ച 3 ലക്ഷത്തിനോട്? കുപ്പായത്തിന്റെ കീശ തപ്പിയ 30 ഉറുപ്പ്യ തേച്ചുണ്ടാവില്ലല്ലോ നിന്റെല്. അതിപ്പോ അംബാനിന്റെ കീശ തപ്പിയാലും ഉണ്ടാവില്ല. ഞങ്ങളാരുടെ കയ്യിൽ ക്യാഷ് ക്യാരിയറില്ലല്ലോ. എങ്ങോട്ടാടി രാവിലെ തന്നെ സാരിയൊക്കെ ചുറ്റി? എവിടേക്കും ഇല്ല. പിന്നെ ഒന്ന് ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഇന്നല്ലേ അവര് വരുന്നത്? ആര്? അയ്യോ, എന്റെ പ്രകാശേട്ടാ, അവര് സതീഷിന്റെ വീട്ടുകാര്. ഓ, പെണ്ണ് കാണാൻ. അതിന്നായിരുന്നു. അവര് വരുന്ന പെണ്ണിനെ കാണാനൊന്നും അല്ല, കാര്യങ്ങൾ സംസാരിച്ചൊരു വ്യവസ്ഥയാക്കാനാ ഇന്ന് വെച്ച ഡേറ്റും പിന്നെ മറ്റു കാര്യങ്ങളും. അവർക്ക് അറിയേണ്ടി വരും സ്വർണ്ണം എത്ര, അതിന്റെ പുറം പൈസ എത്ര കൊടുക്കും ഒക്കെ നീ തന്നെ വേണം സംസാരിച്ചുറപ്പിക്കാൻ. എന്നിട്ട് എന്റെ 3 ഉറുപ്പ്യ അതെന്ന് തരും? അതും കൂടി എന്റെ മോനോടൊന്ന് പറയണം. ആ 3ഉം അതിന്റെ കൂടെ നുള്ളി പെറുക്കി വെച്ചത് എന്താന്ന് വെച്ചാ അതും എല്ലാം കൂടെ ചേർത്തിട്ട് വേണത് നടത്താൻ. സത്യത്തിൽ നിനക്ക് കല്യാണപ്രായം ആയോ? അതിന്റെ മറുപടി നീ എന്നെ കൂടെ പറയിക്കല്ലേ. പോയി കുളിച്ചിട്ട് വേടാ, അവരിപ്പോ ഇങ്ങ് എത്തും. കോഴിക്കോട്ട് അങ്ങാടിയിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ ഏക പെങ്ങളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്തിക്കൊള്ളൂ കേട്ടോ. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ പുക കണ്ടിട്ടേ അമ്മയും മോളും അടങ്ങും. ഇപ്പോഴും സ്വിച്ച് ഓഫ് അമ്മേ. അവനത് ചെയ്യും. കടലിൽ ചാടിയ കാട്ടില് പൊന്തുന്നവനല്ലേ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഈ വീടും പറമ്പും വിറ്റിട്ടായാലും ശരി കല്യാണം ഞാൻ നടത്തും. ബാക്കിയുള്ള നിന്റെ പേരിൽ ബാങ്കിലിട്ടാ മതിയല്ലോ. നയാ പൈസ ഞാൻ അവന് കൊടുക്കൂല. അതൊരു ബെസ്റ്റ് ഐഡിയ ആണ്. പക്ഷെ അമ്മ എങ്ങോട്ട് പോവും? ഞാൻ കാശിക്ക് പോവും. എന്താടി? അതൊരു പഴഞ്ചൻ ഔട്ട്ഡേറ്റഡ് ഡയലോഗ് അല്ലേ അമ്മേ. സ്ഥലം ഒന്ന് മാറ്റി പിടിക്കേ. ഈ വന്ന ബോസിനെ മനസ്സിലായോ? ഇല്ല. ഇതാണ് ഗോൾഡൻ പാപ്പൻ. ഓ, ഇയാളെന്താണ്ടായി നീലത്തുമ്പിന്റെ മേളിൽ? ജാഗറുവാങ്ങാൻ പാപ്പനും മടിക്കൊത്തൊന്ന് തപ്പിയാ മതി. പക്ഷെ അത് പിശുക്കെന്ന് പറഞ്ഞാലേ ഈ നാട്ടില് പാപ്പനെ കഴിഞ്ഞിട്ട് വേറെ പിശുക്കനുള്ളൂ. ഇതാണ് ആ ചെങ്ങായിന്റെ സ്വഭാവം. ആ വണ്ടി നിർത്തി സ്റ്റാൻഡിൽ ഇടാനേ ഉള്ളൂ. എന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് നട്ടാതെ പാപം കൂടില്ല. നമസ്കാരം പാപ്പ ചേട്ടാ. നമസ്കാരം രായനെ. ക്ലബിൽ പോക്കൊക്കെ ഉണ്ടോ? ആ എന്നതാ ജോയിയെ, തടിയൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ടല്ലോ. കുറഞ്ഞു. കുറച്ചു കൂടി. ഈശോയെ, ഇതാര്? അഹമ്മദൊക്കെ ഉണ്ടല്ലോ. ഇക്കാന്നൊന്നും വിളിക്കല്ല പാപ്പൻ ചേട്ടാ. പിന്നെ വിളിക്കാതെ. നമ്മുടെ പേരിലേ ഗോൾഡൻ ഉള്ളൂ. കേരളത്തിലെ ഗോൾഡ് കച്ചവടം കൺട്രോൾ ചെയ്യുന്ന ആളല്ലേ അഹമ്മദ് ക്കാ. എവിടെ? ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരിൽ കാണാനും ഒന്ന് തൊടാനും കഴിഞ്ഞല്ലോ. അപ്പൊ രായനെ എങ്ങനെ, നിങ്ങൾ അത് കയറി കാണുന്നോ അതോ നമ്മൾ എവിടെങ്കിലും ഇരുന്ന് സംസാരിക്കണോ? ഒന്ന് ഇരിക്കല്ലേ? എന്നാ വീട്ടിലേക്ക് പോ. ആയിക്കോട്ടെ. ഓക്കെ.
വാള് വെച്ചാ പിന്നെ 4-5 മണിക്കൂർ നേരത്തേക്ക് എൽദോസിനെ നോക്കണ്ട. ഇവൻ പൊങ്ങുന്നവരെ ഈ ഛർദിലിങ്ങനെ ഇട്ടാക്കാൻ പറ്റുമോ? അയ്യോ പാപ്പൻ ചേട്ടൻ മാറ്, ഇത് ഞങ്ങൾ ചെയ്തോളാം. ഏയ്. ഇമാതിരി പണിക്ക് സി എച്ചിന് ഒരു പ്രത്യേക നാക്കാ. ആന്നോ? ഛർദിക്കൊന്നും അറിയാമെങ്കിൽ പാപ്പൻ ചേട്ടൻ എന്തിനാക്ക് സ്മോൾ കൊടുക്കുന്നത്? അയ്യോ ഇവൻ നിരപരാധിയാ. ഞാൻ അവന്റെ കൊരവെള്ളി തള്ളവരല് താഴ്ത്തി കുടിപ്പിക്കുന്ന. ഇവന് മദ്യത്തിന്റെ സ്മെല്ലേ ഇഷ്ടമല്ല. അല്ല ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ പാപ്പൻ ചേട്ടാ കുടിപ്പിക്കുന്നത്? 2 എണ്ണം ചെന്നാൽ ഇവൻ ചില ദുഃഖ കവിതകൾ പാടും. അമ്മേ പൊറുക്കുക ഈ നഷ്ടജന്മത്തിന്റെ വ്യഥിതമാം വൃണിത മോഹങ്ങളെ ചുംബിച്ചുണർത്തായിക നെറുകയിൽ ഒരു മാത്ര മറക്കാം ഈ നഷ്ടജാതകത്തിൻ പൊരുൾ. എനിക്ക് ഈ കൂതറ കവിതകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര കോമഡിയാ. നിങ്ങൾ വന്ന കാര്യം പറ. അയ്യോ ചേട്ടാ ഇത് കഴിയട്ടെ. ഇതെങ്ങനെ നടക്കും? കാര്യം പറ. നമ്മുടെ 21-ാം തീയതി ഇങ്ങടുത്ത് വരിക. പറട്ടെ. പേപ്പൊട്ടിയൊന്നുമല്ലല്ലോ പേടിക്കാൻ. ഒരു ഡേറ്റ് അല്ലേ? ഞങ്ങൾക്കത് പേപ്പട്ടിയല്ല പാപ്പൻ ചേട്ടാ, പേപ്പുലിയാ. അധികമൊന്നും വേണ്ട, ഒരു 10 ദിവസം കൂടി. അയ്യോ വലിയ ഉപകാരമായിരുന്നു. നടക്കില്ല. ചില റോളിങ് പ്രതീക്ഷ പോലെ അങ്ങ് നടന്നില്ല. 25 വേണോ? അഡ്വാൻസ് തന്നത് തിരിച്ചു വേണോന്ന്? വേണ്ട. 21-ന് ഒരു സിയ, ഇല്ലെങ്കിൽ 25 പോവും. ഞാൻ വേറെ പാർട്ടി അന്ന് തന്നെ പിടിക്കും. ഒരു വഴിക്ക് പോയപ്പോ ഇങ്ങോട്ടൊന്ന് കേറിയെന്നേ ഉള്ളു പൊന്ന് പാപ്പൻ ചേട്ടോ. സി എച്ച് അപ്പൊ 21-ന് കാണാം. കാണുവോ? ഇൻഷാ അല്ലാ. അമ്മേ പൊറുക്കുക നഷ്ടജന്മത്തിന്റെ വൃഥിതമാം സി എച്ച് ഇയാൾ എന്തിനാ ശബ്ദത്തിൽ വാരി എടുക്കുന്ന അറിയോ? ഇല്ല. ഇയാൾക്ക് തിന്നാൻ. വൃത്തികെട്ട പന്നി.